ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുൻ നംൽ 77 മുതൽ 80 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വഇന്നഹു ലഹുദാ. വഇന്നഹു ഈ പദത്തിൽ നൂൻ മുഷദ്ദദ, ഷദ് നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. പദത്തിൻ്റെ അന്ത്യത്തിലുള്ള ഹ ദ്വമീർ, അതിന് സില എന്നും പേരുണ്ട്. 2 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകേണ്ടതാണ്. മദ്ദുസ്സിലത്തി സുഗ്റ. വഇന്നഹു ലഹുദൻ വറഹ്മ. ലഹുദൻ ഇതിലുള്ള തൻവീനിന് ഇദ്ഗാം ബിഗുന്നഹ് നാഖിസ് നൽകി ശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ലഹുദൻ വറഹ്മ. റഹ്മ റാഇന് തഫ്ഖീം കൊടുക്കേണ്ടതാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ റാ ഉച്ചരിക്കുക. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. റഹ്മത്തുൻ എന്നതിൽ തൻവീനിനെ ശേഷമുള്ള ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്നഹ് കാമിൽ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ റഹ്മ എന്ന് സക്കിനത്തായ ഹ നൽകി തായിനെ ഹ ആക്കി മാറ്റണം എന്നതാണ് കൈഫിയത്തുൽ വഖഫായി മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും റഹ്മത്ത് എന്ന് താ നൽകി ഉച്ചരിക്കുകയില്ല, മറിച്ച് ഹ ആയിരിക്കും അതിന് വഖഫിൽ ഉണ്ടാകുന്ന അതിൻ്റെ ശബ്ദം. അഥവാ ഈ ഹർഫിന് തഅനീസ് എന്ന് തന്നെ പേരും നൽകപ്പെടുന്നു. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ലിൽ മുഅ്മിനീൻ ഹംസ ഷിദ്ദ എന്ന സിഫത്ത് നൽകപ്പെടുന്ന അക്ഷരമാണ്. മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല, പലരും തെറ്റായി അങ്ങനെ പറയും. എന്നാൽ ലിൽ മുഅ്മിനീൻ എന്ന് കടുപ്പിച്ചുകൊണ്ട് ഹംസയെ ഉച്ചരിക്കേണ്ടതാണ്. വീണ്ടും ഇന്ന നൂൻ മുഷദ്ദദ, ഷദ് നൽകപ്പെട്ട നൂന് വരുന്നു. 2 ഹറക്കത്തിൻ്റെ അളവിൽ അതിനെ മണിക്കണം. റബ്ബക. റബ്ബക റ നല്ല പോലെ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. റബ്ബക എന്ന് മലയാളത്തിലെ റ പറഞ്ഞാൽ മതിയാവുകയില്ല. അങ്ങനെ ഒരു ഹർഫ് അറബി ഭാഷയിലില്ല. റബ്ബക എന്ന് തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ഇന്ന റബ്ബക. എന്നാൽ റാഇനെ തഫ്ഖീം ചെയ്യുമ്പോൾ ശേഷമുള്ള ബായിൽ ആ തഫ്ഖീം വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അഥവാ ബാ തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫ്, ശേഷമുള്ള കാഫുമല്ല. റബ്ബക യഖ്ദീ ബൈനഹും. യഖോ ഇതിൽ ഖാഫിന് ഖൽഖല സൂറ നൽകി അതിൻ്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് ഉച്ചരിക്കണം. യഖ്ദീ ബൈനഹും. ദ്വാദിന് തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്. ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട് അതിന് നൽകപ്പെടുക. യഖ്ദീ ബൈനഹും ബിഹുക്മിഹി. ബൈനഹും എന്ന പദത്തിൽ സക്കിനത്തായ മീമും ശേഷം ബാവുമാണ് വരുന്നത്. ഇഖ്ഫ ഷഫവി നൽകി മീമിനെ അവ്യക്തമാക്കി മണിക്കണം. ബൈനഹും ബിഹുക്മിഹി. ഹുക് എന്ന് പറയുമ്പോൾ കാഫ് മഹ്മൂസായ അക്ഷരമാണ്. ഹംസ് എന്ന സിഫത്ത് കാഫിന് നൽകപ്പെടുന്നു. അഥവാ ഉച്ചാരണത്തിലുള്ള ശ്വാസചലനമാണ് ഹംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹംസ് നൽകപ്പെടാതെ വെറും ഹുക്മി എന്ന് പറഞ്ഞാൽ
മഖ്റജ് ശരിയാവുമെങ്കിലും കാഫിൻ്റെ ഉച്ചാരണം പൂർണ്ണമാവുകയില്ല. ഹുക്മിഹി എന്ന മദ്ദുസ്സിലത്ത് സൂറ നൽകി ഉച്ചരിക്കേണ്ട ഹഉദ്ദമീറിൽ വഖഫ് ജായിസ് ആയതുകൊണ്ട് അവിടെ സുക്കൂൻ നൽകി ബിഹുക്മിഹ് എന്ന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുന്നു. വഹുവൽ അസീസുൽ അലീം. അൽ അസീസ് അൽ അലീം. ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. വ്യക്തമായി അത് ശരിയായ വിധത്തിൽ ഉച്ചരിക്കേണ്ടതാണ്. ഫതവക്കൽ അലല്ലാഹ്. ഫതവക്കൽ എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുവരെ നാം പറഞ്ഞ ഇനി പറയാൻ പോകുന്നതുമായ എല്ലാ വചനങ്ങളിലെയും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട പ്രത്യേകമായ ഹർഫുകളെ നാം സൂചിപ്പിക്കുന്നു. താരതമ്യേന തഫ്ഖീം ചെയ്യുന്ന അക്ഷരങ്ങൾ കുറവാണ്. അവ പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നു എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ് നൽകേണ്ടത്. നേർപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ് എന്നർത്ഥം. ഫതവക്കൽ വാവ് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കി രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്ന് തന്നെ വാവ് ഉച്ചരിക്കുക. ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയെ തഫ്ഖീം ചെയ്തുകൊണ്ട് അതിലുള്ള ലാമിനെ ഉച്ചരിക്കേണ്ടതാണ്. തൊട്ടു മുമ്പിൽ ഫത്ഹ് വന്നു എന്നതാണ് അതിനുള്ള കാരണം. അലല്ലാഹ്, അല്ലാഹ് എന്ന ശബ്ദത്തിൽ ലാമാണ് ഉച്ചരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും നാവിൻ്റെ മുൻവശവും പല്ലും ചേർത്തുകൊണ്ട് ഉച്ചരിക്കരുത്. അങ്ങനെ തെറ്റായി പലരും ഉച്ചരിക്കാറുണ്ട്. ലാം അവിടെ നിന്നല്ലല്ലോ ഉച്ചരിക്കുക. ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഇസ്മുൽ ജലാലയുടെ ഉച്ചാരണവും വരണം. അഥവാ ലാമിന് തഫ്ഖീം വരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അലല്ലാഹ് എന്ന് ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. അലല്ലാഹ്. ഇന്നക വീണ്ടും നൂൻ മുശദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അലൽ ഹഖിൽ മുബീൻ. അൽ ഹഖി. ഹ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കണം എന്നത് ശ്രദ്ധിക്കുക. ഖാഫ് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് അതിന് വരിക. അത് ഹക്കി എന്ന് കാഫ് പോലെ ഉച്ചരിക്കരുത്. ഖാഫിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. എന്നാൽ കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം നൽകി അതിനെ ഉച്ചരിക്കണം. അലൽ ഹഖിൽ മുബീൻ. വീണ്ടും ഇന്നക നൂൻ മുശദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലാ തുസ്മിഉൽ മൗത. ലാ തുസ്മിഉൽ മൗത. പ്രത്യേകിച്ച് ഹുക്മുകളൊന്നുമില്ലെങ്കിലും എല്ലാ ഹർഫുകളും വ്യക്തമായി മഖ്റജിൽ നിന്ന് അവക്ക് നൽകേണ്ടതായ സിഫത്തുകൾ നൽകി ഉച്ചരിക്കുക. തർക്കീഖ് ചെയ്യേണ്ടവയാണ് എല്ലാം. തുസ്മിഉ സീന് സഫീർ എന്ന സിഫത്ത് നൽകപ്പെടുന്ന അക്ഷരമാണ്. ലാ തുസ്മിഉൽ മൗത. അൽ മൗത എന്ന് അതിന് ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിൽ ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ഉണ്ടാവണം. മൗതോ എന്ന് പറയരുത്, മൗത. വലാ തുസ്മിഉ സുമ്മ. അസ്സുമ്മ സ്വാദിന് തഫ്ഖീം കൊടുക്കണം ദമ്മായതുകൊണ്ട്. മൂന്നാമത്തെ മർത്തബയിലുള്ള മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീമാണ് അതിനുണ്ടാവുക. തഫ്ഖീമിൽ ഇസ്തിഅലാൻ്റെ ഹർഫുകൾക്ക് എപ്പോഴും തഫ്ഖീമാണെങ്കിലും അവയ്ക്ക് ഏറ്റവും കൂടുതൽ തഫ്ഖീം നൽകപ്പെടുക ഫത്ഹ നൽകി ദീർഘിപ്പിക്കുമ്പോഴാണ്. തൊട്ടടുത്ത അവസ്ഥയാണ് മർത്തബയാണ് ഫത്ഹ മാത്രം നൽകി ഉച്ചരിക്കുമ്പോൾ. മൂന്നാമത്തെ ലെവലാകുന്നു ദമ്മ നൽകി ഉച്ചരിക്കുമ്പോൾ. ഇവിടെ അപ്രകാരം സ്വാദിന് നിസ്ബിയായ അഥവാ ആനുപാതികമായ തഫ്ഖീം നൽകണം. അസ്സുമ്മ. മീം മുശദ്ദദയെ മണിക്കണം. ഷദ്ദ് നൽകപ്പെട്ട മീം രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുച്ചരിക്കുക.
ولا تسمع الصم الدعاء. ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ഒറ്റ പദത്തിലായിക്കൊണ്ട് ദീർഘാക്ഷരവും ശേഷം ഹംസയും വന്നു എന്നതാണ് ഇതിനുള്ള കാരണം. الدعاء إذا ولوا مدبرين. إذا ولوا നേരത്തെ സൂചിപ്പിച്ചു, വാവ് 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. വ വ എന്ന ഉച്ചാരണം. വല്ലൗ മുദ്ബിരീൻ. മുദ്ബിരീൻ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കേണ്ടതാണ്. റാഇന് കസ്റ അതുകൊണ്ട് തർക്കീഖാണ്. മുദ്ബിരീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وإنه لهدى ورحمة للمؤمنين. إن ربك يقضي بينهم بحكمه وهو العزيز العليم. فتوكل على الله إنك على الحق المبين. إنك لا تسمع الموتى ولا تسمع الصم الدعاء